വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായം 5 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 21:5 മുതൽ 24 വരെ. ചിലർ ദേവാലയത്തെക്കുറിച്ച് അത് മനോഹരമായ കല്ലുകളാലും വഴിപാടുകളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഈ കാണുന്നതിൽ ഇടിഞ്ഞു പോകാതെ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരും എന്ന് അവൻ പറഞ്ഞു. ഗുരു, അത് എപ്പോൾ ഉണ്ടാകും? അത് സംഭവിപ്പാറാകുമ്പോഴുള്ള ലക്ഷണം എന്ത് എന്ന് അവർ അവനോട് ചോദിച്ചു. അതിനവൻ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാനാകുന്നു എന്നും സമയം അടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വരും. അവരെ അനുഗമിക്കരുത്. നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്. അത് ആദ്യം സംഭവിക്കേണ്ടത് തന്നെ, അവസാനം ഉടനെ അല്ലതാനും എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധിയും അവിടിവിടെ ഉണ്ടാകും. ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും. ഇത് എല്ലാറ്റിനും മുമ്പേ എൻ്റെ നാമനിമിത്തം അവർ നിങ്ങളുടെ മേൽ കൈവച്ച് രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യും. അത് നിങ്ങൾക്ക് സാക്ഷ്യം പറവാൻ തരമാകും. ആകയാൽ പ്രതിവാദിപ്പാൻ മുമ്പ് കൂട്ടി വിചാരിക്കാതിരിക്കേണ്ടതിന് മനസ്സിൽ ഉറച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ എതിരികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർ പറവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. എന്നാൽ അമ്മയപ്പന്മാരും സഹോദരന്മാരും ചാർച്ചക്കാരും ചങ്ങാതികളും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും നിങ്ങളിൽ ചിലരെ കൊല്ലിക്കുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചു പോകുകയില്ല താനും. നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, അതിൻ്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ. നാട്ടിൻപുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുത്. എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. ദേശത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും. അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. ഭാവിയെക്കുറിച്ച് അറിയുവാൻ എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തും ആഗ്രഹമുണ്ട്. അടുത്ത വർഷം എന്ത് സംഭവിക്കും? 10 വർഷം കഴിഞ്ഞ് എന്ത് സംഭവിക്കും? 50 വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കും? ഇതൊക്കെ അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അടുത്ത വർഷം അമേരിക്കയിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ നമുക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, നാം സ്നേഹിക്കുന്നവർക്ക്, നാം വലുതെന്ന് കരുതുന്ന വസ്തുവകകൾക്ക് എന്ത് സംഭവിക്കും എന്നറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അത്തരമൊരു സംഭവമാണ് ഇന്ന് വായിച്ച ഭാഗത്ത് നാം കാണുന്നത്. യേശുവും തൻ്റെ ശിഷ്യന്മാരും യെരൂശലേമിൽ ദേവാലയത്തിൽ പഠിപ്പിക്കുകയും സദൂക്യരുടെയും മഹാപുരോഹിതന്മാരുടെയും ചോദ്യങ്ങൾക്ക് താൻ ഉത്തരം പറയുകയും ചെയ്തു. ദേവാലയം തൻ്റെ പിതാവിൻ്റെ ആലയമാണ് എന്ന് യേശു അവരോട് വ്യക്തമായി പറഞ്ഞു. അവർ യേശുവിനെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് യേശുവിൽ നിന്നും അവർക്ക് ലഭിച്ചത്. ഈ സമയത്ത് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് യേശു മെസ്സിഹയാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ യേശു ഈ ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കുമെന്ന് തന്നെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. അവരെ ഭരിച്ചുകൊണ്ടിരുന്ന റോമക്കാരെ പുറത്താക്കി യെരൂശലേമിൽ താൻ രാജ്യം സ്ഥാപിക്കും. മലാഖി പ്രവചനത്തിൽ നാം വായിക്കുന്നത് മെസ്സിഹ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ്. അതുകൊണ്ട് ദേവാലയത്തിൽ തന്നെ ഇരുന്നു കൊണ്ടായിരിക്കും മെസ്സിഹ ഇസ്രായേൽ രാജ്യത്തെ ഭരിക്കുന്നത് എന്നും ശിഷ്യന്മാർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ദേവാലയത്തിന് ഒരു പ്രത്യേക സ്ഥാനം ശിഷ്യന്മാരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. ദേവാലയം വളരെയധികം വർഷങ്ങൾ കൊണ്ട് പണിത് തീർത്തതാണ്.
ഇസ്രായേൽ മക്കൾ പ്രവാസത്തിൽ പോയി മടങ്ങി വന്ന് സെരുബ്ബാബേലിൻ്റെ കാലത്ത് ദേവാലയം പുതുക്കി പണിതു. ഈ അടുത്ത കാലത്ത് ഹെരോദാവ് അത് വീണ്ടും മോടി പിടിപ്പിച്ചു. അനേക ആളുകൾ വളരെയധികം പൈസയും അവർക്കുണ്ടായിരുന്ന വസ്തുവകളും ചിലവഴിച്ച് വളരെ ഭംഗിയായി ദേവാലയത്തെ മൂടി പിടിപ്പിച്ചിരിക്കുന്നു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദേവാലയം അവരുടെ ഒരു ദേശീയ അഭിമാനമാണ്. ദേവാലയം കാണാത്തവൻ ലോകത്തിൽ കാണേണ്ട കാര്യം കണ്ടിട്ടില്ല എന്ന് തന്നെ അവർ വിശ്വസിച്ചിരുന്നു. ശിഷ്യന്മാർ വളരെ കാഷ്വലായി യേശുവിനോട് പറഞ്ഞു, ഈ ദേവാലയം എത്ര ഭംഗിയായി ആളുകൾ അലങ്കരിച്ചിരിക്കുന്നു. എന്നാൽ അതിന് മറുപടിയായി യേശു പറഞ്ഞ കാര്യം കേട്ട് ശിഷ്യന്മാർ ഞെട്ടിപ്പോയി. ഇത്ര ഭംഗിയായി, വളരെ വലുപ്പത്തിൽ, അധികം പണം ചിലവഴിച്ച് പണിതിരിക്കുന്ന ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകും എന്ന് യേശു പറഞ്ഞു. ഇത് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഷോക്കായിരുന്നു. അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ അവർ ചോദിച്ചു, ഇതെപ്പോൾ സംഭവിക്കും? ഇത്ര വലിയൊരു അത്യാഹിതം എപ്പോഴുണ്ടാകും? അതുണ്ടാകാൻ പോകുന്നതിന് മുമ്പുള്ള ലക്ഷണങ്ങൾ എന്താണ്? അവർ ചോദിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുക, ദേവാലയത്തിന് എന്ത് സംഭവിക്കും എന്നതാണ് അവരുടെ പ്രധാന വിഷയം. യേശു അവരോട് ഉത്തരം പറഞ്ഞത് ശ്രദ്ധിക്കൂ. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അതിന് അവൻ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ദേവാലയം നശിച്ചു പോകുന്നതിനെക്കുറിച്ച് യേശുവിന് വലിയ കൺസേൺ ഒന്നുമില്ല. പക്ഷേ യേശു പറയുന്നത്, നിങ്ങൾ തെറ്റിപ്പോകരുത്. ദേവാലയം മുഴുവൻ ഇടിഞ്ഞു വീണ് നശിച്ചാലും എനിക്കൊന്നുമില്ല, നിങ്ങൾ തെറ്റിപ്പോകരുത്. ഇത് പറഞ്ഞുകൊണ്ടാണ് യേശു ഈ പ്രഭാഷണം തുടങ്ങുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒലിവ് മലയിൽ വെച്ചാണ് ഇത് യേശു പറഞ്ഞത്. അതുകൊണ്ട് ഒലിവ് മല പ്രഭാഷണം എന്ന് പൊതുവെ ആളുകൾ ഇതിനെ വിളിക്കുന്നു. ഇവിടെ ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് യേശു പറഞ്ഞിരിക്കുന്നത്. പ്രവചന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായി ഒരു വിശദീകരണം നൽകുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതിന് മറ്റൊരു കാരണം, ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല പ്രവചനങ്ങളും ഒന്നിലധികം പ്രാവശ്യം നിവൃത്തിയാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ അധ്യായം വ്യാഖ്യാനിക്കുക എന്നുള്ളത് തികച്ചും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ വേദഭാഗത്തു നിന്നും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതുമാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ കർത്താവിൻ്റെ ഒലിവുമല പ്രഭാഷണത്തെക്കുറിച്ച് വളരെ വിശദമായ പരിപൂർണമായ ഒരു പഠിപ്പിക്കൽ നടത്താം എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളെ ആരും തെറ്റിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. അതാണ് കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ. മാത്രമല്ല, കർത്താവ് ഇവിടെ പറയുന്നത് തൻ്റെ പ്ലാനാണ്, ദൈവം ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ യഹൂദന്മാരായ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ മുമ്പിൽ അപ്പോൾ നിന്നിരുന്ന ആ അതിമനോഹരമായ കെട്ടിടം അത് നശിച്ചു പോയാൽ ഞങ്ങളുടെ രാജ്യത്തിന് അതൊരു അപമാനമാണ്, ഒരു നഷ്ടമാണ്. ഇതാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ കർത്താവ് പറയുന്നത്, ദൈവത്തിൻ്റെ പദ്ധതി ഇതിലൊക്കെ വലുതാണ്. നിങ്ങൾക്ക് ഈ ദേവാലയം മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ ദൈവമാണ്. ദേവാലയത്തെ മാത്രമല്ല ദൈവം നശിപ്പിക്കാൻ പോകുന്നത്, സൂര്യനെയും ചന്ദ്രനെയും കൂടെ ദൈവം നശിപ്പിക്കും. സൂര്യനിലും ചന്ദ്രനിലും പോലും നിങ്ങൾ അടയാളം കാണാൻ പോകും. അതൊക്കെ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ശിഷ്യന്മാരോട് സംസാരിക്കുന്നത്. അവരോട് പറയുകയാണ്, നിങ്ങൾ തെറ്റിപ്പോകരുത്. അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. അതിൻ്റെ കാരണവും താൻ പറയുന്നു. അവർ തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ടാകുന്നത് അനേകർ എൻ്റെ പേരെടുത്ത് വരുമെന്ന് യേശു പറഞ്ഞു. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ചരിത്രം പരിശോധിച്ചാൽ വളരെയധികം ആളുകളൊന്നും ഞാൻ യേശു ക്രിസ്തുവാണ് എന്നും പറഞ്ഞു വന്നിട്ടില്ല.
അഥവാ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവന് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് ജനം ആ വ്യക്തിയെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് യേശു ഇവിടെ പറയുന്നത്? ക്രിസ്തു എന്ന പേരെടുത്ത് അനേകർ വരും എന്നാണ് യേശു പറയുന്നത്. അതും വളരെ അപൂർവമാണ്. പിന്നെന്താണ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്? ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? എബ്രായ ഭാഷയിൽ മിശിഹ എന്നും ഗ്രീക്കിൽ ക്രിസ്തു, ക്രൈസ്റ്റ് എന്നും പറയുന്ന ഈ വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. എനിക്ക് പ്രത്യേക അഭിഷേകമുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ വരാറുണ്ടോ? നിങ്ങൾ കേട്ടിട്ടില്ലേ? എൻ്റെ മേൽ പ്രത്യേക അഭിഷേകമുണ്ട്, ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഇന്ന കാര്യം ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വരുന്നത് കേട്ടിട്ടില്ലേ? തീർച്ചയായും ഉണ്ട്. ഇന്ന് തന്നെ ചുറ്റും നോക്കിയാൽ, മാധ്യമങ്ങളിൽ നോക്കിയാൽ ചില ആളുകളെ കാണാം. പ്രത്യേക അഭിഷേകമുള്ള ഇന്നയാൾ, അദ്ദേഹം ഇവിടെ പ്രസംഗിക്കാൻ വരുന്നു, അദ്ദേഹം ഇവിടെ അത്ഭുതങ്ങൾ ചെയ്യാൻ വരുന്നു. പ്രത്യേക അഭിഷേകമുള്ള അഭിഷിക്തൻ. അപ്പോൾ ക്രിസ്തു ഇവിടെ പറഞ്ഞത് എൻ്റെ പേരെടുത്ത് അനേകർ വരുമെന്ന് പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം അനേക ആളുകൾ അവരുടെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട് എന്ന് വ്യാജമായി പറഞ്ഞുകൊണ്ട് വരുമെന്നാണ്. ശിഷ്യന്മാരെന്താണ് ചെയ്യേണ്ടത്? അവരെ അനുഗമിക്കരുത്. മനുഷ്യനെ അനുഗമിക്കുവാനുള്ള പ്രവണത കൂടുതലാണ്. എന്നേക്കാൾ നന്നായി സംസാരിക്കുന്ന, എന്നേക്കാൾ കഴിവുകളുള്ള ഒരാളെ അനുഗമിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. ഒരു വ്യക്തി എൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട് എന്ന് പറഞ്ഞു വരുമ്പോൾ, പ്രത്യേകിച്ച് ആ വ്യക്തി ചില അത്ഭുതങ്ങൾ ചെയ്താൽ ആ വ്യക്തിയെ അനുഗമിക്കുവാനുള്ള സാധ്യതയുണ്ട്. കർത്താവ് പറഞ്ഞു അത് ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ നിങ്ങൾ തെറ്റിപ്പോകും. അതിനുശേഷം താൻ പറയുന്നു, നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കും, അപ്പോൾ ഞെട്ടിപ്പോകരുത്. അപ്രതീക്ഷിതമായത് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ അപ്രതീക്ഷിതമായത് സംഭവിച്ചു എന്ന് നിങ്ങൾ കരുതണ്ട. കാരണം അത് ദൈവത്തിൻ്റെ പ്ലാനിലുള്ളതാണ്, ഈ ലോകത്ത് സംഭവിക്കേണ്ടതാണ്. നമ്മുടെ ദൈവം എല്ലാ കാര്യങ്ങളും നടക്കും മുമ്പേ അറിയുന്നവനാണ്. ഉദാഹരണത്തിന് യേശുവിൻ്റെ മരണം യേശുവിനെ അതിശയിപ്പിച്ചില്ല. തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞു. തൻ്റെ ജീവൻ വെച്ചു കൊടുക്കുവാൻ തനിക്ക് അധികാരമുണ്ട് എന്നും യേശു പറഞ്ഞു. ഇവിടെ വഞ്ചിക്കുന്ന ആളുകൾ വരും എന്ന് കർത്താവിന് അറിയാമായിരുന്നു. യുദ്ധവും ഭൂകമ്പവും കലഹങ്ങളും ഉണ്ടാകുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. ശിഷ്യന്മാർക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. സ്വന്തം കുടുംബക്കാർ ശിഷ്യന്മാരെ ചതിക്കുമെന്നും കർത്താവിന് അറിയാമായിരുന്നു. ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ തൻ്റെ ശിഷ്യന്മാരെ താൻ സംരക്ഷിക്കും, അതും കർത്താവിന് അറിയാമായിരുന്നു. ഇസ്രയേലിൻ്റെയും ലോകരാജ്യങ്ങളുടെയും ഭാവി, അതും കർത്താവിന് അറിയാമായിരുന്നു. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് നമ്മുടെ കർത്താവിന് അറിയാമെന്ന് മാത്രമല്ല, ഇതൊക്കെ നമ്മുടെ കർത്താവ് നിയമിച്ചതനുസരിച്ചാണ് സംഭവിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് 9-ാം വാക്യം നോക്കൂ. നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്, അത് ആദ്യം സംഭവിക്കേണ്ടത് തന്നെ. എന്ന് വച്ചാൽ ദൈവം നിയമിച്ച കാര്യമാണത്, അത് സംഭവിക്കാൻ പോവുകയാണ്. ദൈവം നിയമിച്ച കാര്യങ്ങളാണ് ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത്. ദൈവവചനത്തിൽ, പ്രവചനത്തിൽ നാം വായിക്കുന്ന കാര്യങ്ങളാണ് പലതും സംഭവിക്കുന്നത്. യെശയ്യാ പ്രവചനം 46-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. യെശയ്യാവ് 46-ൻ്റെ 9 മുതൽ 11 വരെ. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. ഞാൻ കിഴക്ക് നിന്ന് ഒരു റാഞ്ചൻ പക്ഷിയെ, ദൂരദേശത്തുനിന്ന് എൻ്റെ ആലോചനയെ അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു. ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ നിവർത്തിക്കും. ഞാൻ നിരൂപിച്ചിരിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കും. ദൈവം എല്ലാ കാര്യങ്ങളും നിയമിച്ചിരിക്കുകയാണ്. അതനുസരിച്ചാണ് കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്. ഇത് പറയുമ്പോൾ ചിലർ ചോദിക്കും, അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന ചീത്ത കാര്യങ്ങൾ, ദുരന്തങ്ങൾ, ഇതൊക്കെ ദൈവം നിയമിച്ചതാണോ? ഇതൊക്കെ ദൈവം അറിയുന്നുണ്ട്.
ദൈവം നിയമിച്ച കാര്യങ്ങളെ ഈ ഭൂമിയിൽ നടക്കുന്നുള്ളൂ. എങ്കിൽ തന്നെ ഭൂമിയിൽ നടക്കുന്ന ദുഷ്ടതയ്ക്കും തിന്മയ്ക്കും ദൈവമല്ല ഉത്തരവാദി. അതും ബൈബിൾ പറയുന്നുണ്ട്. ദൈവം തൻ്റെ എല്ലാ വഴികളിലും നീതിമാൻ. ദൈവം അനീതിയായി ഒന്നും ചെയ്യുന്നില്ല എന്നും ബൈബിൾ പറയുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. എങ്കിലും ദൈവവചനം അത് പറയുന്നു. എല്ലാം അറിയുന്ന, എല്ലാം നിയമിച്ച ദൈവം, അതേസമയം വിശുദ്ധനും നീതിമാനുമായ ദൈവം. യുദ്ധവും കലഹവും ഉണ്ടാകുമ്പോൾ ശിഷ്യന്മാർ അതിശയിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ദൈവം നിയമിച്ച കാര്യമാണ്. അതുമാത്രമല്ല, കർത്താവ് പറയുന്നു, തൻ്റെ നാമനിമിത്തം ഈ ശിഷ്യന്മാരെ ആളുകൾ ഉപദ്രവിക്കും, അവരെ പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കും. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ ഇങ്ങനെ ഒരു കഷ്ടകാലം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് അതിനു വേണ്ടി ഒരുങ്ങേണ്ട ആവശ്യമില്ല എന്നാണ് കർത്താവ് പറയുന്നത്. കഷ്ടകാലം വരും, അതിനുവേണ്ടി ഒരുങ്ങണം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവിതം ദുരിതമായി തീരും. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ഒരുങ്ങേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഉപദ്രവം വരുമ്പോൾ, നിങ്ങളെ ആളുകൾ വിചാരണ ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എന്തു പറയണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ആ സമയത്ത് പഠിപ്പിച്ചു തരും. അതിൻ്റെ അർത്ഥം, നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുകയും നിങ്ങളെ വിചാരണ ചെയ്യുമ്പോൾ അത് എന്നെക്കുറിച്ച് ശിഷ്യന്മാർക്ക് സാക്ഷ്യം പറയാനുള്ള ഒരു അവസരമായിരിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. ഒരു ദേവദാസൻ, മാത്യൂസ് എബ്രഹാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മധ്യപ്രദേശിൽ സുവിശേഷ വേല ചെയ്യുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അദ്ദേഹം രാവിലെ ഒരു സഫാരി സൂട്ട് വിട്ട് സൈക്കിൾ ചവിട്ടി ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം പറയും. ഒരു ഗ്രാമത്തിൽ താനിങ്ങനെ ചെന്ന് സുവിശേഷം പറയുകയും ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അവിടെയുള്ള ചില ആളുകൾ കൂടി അയാൾ പറഞ്ഞു, ഇയാൾ ബ്രിട്ടീഷുകാരുടെ ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തുവാൻ വന്നിരിക്കുന്ന ആളാണ്, ബ്രിട്ടീഷുകാരുടെ നായാണ് ഇയാളെ നമുക്ക് കൊല്ലണം എന്ന് പറഞ്ഞ് ഹിന്ദിയിൽ വളരെയധികം അദ്ദേഹത്തെ അധിക്ഷേപിച്ചു. അദ്ദേഹത്തെ പട്ടിയെന്ന് വിളിച്ചു. അദ്ദേഹം വിചാരിച്ചു അന്ന് ആ ജനക്കൂട്ടം അദ്ദേഹത്തെ കൊന്നുകളയുമെന്ന്. അദ്ദേഹത്തിന് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് അവരെ നോക്കി പറഞ്ഞു, നിങ്ങൾ എന്നെ ഒരു പട്ടിയെന്നാണ് വിളിക്കുന്നത്, സമ്മതിച്ചു. പക്ഷേ സഫാരി സ്യൂട്ടിട്ട ഒരു പട്ടിയെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം ഇത് ചോദിച്ചപ്പോൾ അവിടെ കൂടി വന്ന ആളുകളെല്ലാം ഉറക്കെ ചിരിച്ചുകൊണ്ട് പിരിഞ്ഞുപോയി. അദ്ദേഹത്തിന് സൈക്കിളും എടുത്തുകൊണ്ട് അവിടുന്ന് പോരാൻ സാധിച്ചു. ദൈവം ഓരോ സമയത്തും പറയേണ്ടുന്ന വാക്ക് തൻ്റെ ശിഷ്യന്മാർക്ക് അറിയിച്ചു കൊടുക്കും. ശിഷ്യന്മാർക്ക് ഉപദ്രവമുണ്ടാകുന്നത് സമൂഹത്തിൽ നിന്ന് മാത്രമല്ല, സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലുമാണ്. ഇതും യേശു പറഞ്ഞു. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചു പോകുകയില്ല താനും. കാരണം തൻ്റെ ശിഷ്യന്മാരുടെ സംരക്ഷണം കർത്താവാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് താൻ തീരുമാനിക്കും. നമുക്ക് ഇയ്യോബിനെ കുറിച്ച് അറിയാമല്ലോ. ഇയ്യോബിൻ്റെ ജീവിതത്തിലുള്ള എന്ത് കാര്യത്തെയും തൊടുവാൻ സാത്താന് ദൈവത്തിൻ്റെ അനുവാദം ആവശ്യമായിരുന്നു. ഇയ്യോബിനെ തൊടാൻ സാത്താന് ദൈവത്തിൻ്റെ അനുവാദം ആവശ്യമായിരുന്നു. ഒരു ദേവദാസൻ പറഞ്ഞു, ഇയ്യോബിൻ്റെ ഒട്ടകത്തെ തൊടാൻ പോലും സാത്താന് ദൈവത്തിൽ നിന്നും അനുവാദം വാങ്ങേണ്ടിയിരുന്നു. ദൈവം നമ്മുടെ സംരക്ഷകനാണ്. തന്നെ അനുസരിക്കുകയും അവനോട് വിശ്വസ്തരായിരിക്കുകയും ചെയ്യുന്നവരെ താൻ സംരക്ഷിക്കും. ഇതൊക്കെ അല്പം ക്ഷമ വേണ്ട കാര്യമാണ്. കാരണം കർത്താവ് പല വിഷമമുള്ള ജീവിത അനുഭവങ്ങളും തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അനുവദിക്കും. പക്ഷേ ആ സമയത്ത് ക്ഷമയോടെ അവയെ നേരിടുവാൻ ശിഷ്യന്മാർക്ക് കഴിയണം. 20 മുതലുള്ള വാക്യങ്ങളിൽ യെരൂശലേമിനെ സൈന്യങ്ങൾ വളയുന്നതിനെ കുറിച്ച് താൻ പറയുന്നു. അത് കാണുമ്പോൾ യെരൂശലേമിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ആ സമയത്ത് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. ഈ ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദേവാലയം, യെരൂശലേം, യഹൂദ്യ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. യഹൂദനെ സംബന്ധിച്ച് മാത്രമല്ല, ഇന്ന് പല വിശ്വാസികളും യെരൂശലേമും യഹൂദിയും പലസ്തീനും ഒക്കെ വിശുദ്ധ നാട് എന്ന് പറഞ്ഞത് കാണാൻ പോകാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അത് എത്രയോ വിശേഷതയേറിയ ഒരു സ്ഥലമാണ്. ദേവാലയം ഉള്ളതുകൊണ്ട് യെരൂശലേം വിശേഷ നഗരമാണെന്നും ദൈവം അബ്രഹാമിനും തൻ്റെ സന്തതിക്കും കൊടുത്ത സ്ഥലമായതുകൊണ്ട് അത് വാഗ്ദത്ത ദേശമാണെന്നും
അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടാകുമെന്നുമൊക്കെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ഈ സ്ഥലം തന്നെ ദൈവം തിരഞ്ഞെടുത്തതായതുകൊണ്ട് അതവരെ സംരക്ഷിക്കും പോലും. പക്ഷേ യേശു ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ഈ സ്ഥലം, ഈ പട്ടണം, യഹൂദ്യ ദൈവം ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. എന്താണ് കാരണം? ദേശത്ത് വലിയ ഞരക്കവും ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും. 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം ഈ സ്ഥലത്തോട്, ഈ സ്ഥലത്ത് ജീവിക്കുന്ന ആളുകളോട് കോപിച്ചിരിക്കുന്നു. പല ആളുകളും ദൈവത്തിന് കോപമുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. ദൈവം സ്നേഹവാനാണ്, ക്ഷമിക്കുന്നവനാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ദൈവം സ്നേഹവാനാണ്, ക്ഷമിക്കുന്നവനാണ്, സംശയമില്ല. പക്ഷേ ദൈവം ക്രോധിക്കുന്ന ദൈവമാണ്. ഇവിടെ ഇസ്രായേൽ മക്കൾ ജീവിച്ചിരുന്ന യഹൂദ്യ നാടും അവരുടെ തലസ്ഥാനമായിരുന്ന യെരുശലേമും അതിൻ്റെ നടുവിലുണ്ടായിരുന്ന ദേവാലയവും ഇതെല്ലാം നശിപ്പിക്കപ്പെടുവാൻ പോവുകയാണ്, ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോവുകയാണ്. കാരണം ദൈവത്തിൻ്റെ കോപം. എന്തുകൊണ്ടാണ് ദൈവം ഇവരോട് കോപിക്കുന്നത്? ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നാം അത് കണ്ടതാണ്. അതിൻ്റെ 41-ാം വാക്യം, അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. യെരുശലേം പട്ടണം നശിച്ചു പോകുമെന്ന് യേശു 21-ാം അധ്യായത്തിൽ ആദ്യമല്ല പറയുന്നത്. ഇതിനു മുൻപും താനിത് പറഞ്ഞു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ദേവാലയം ഇടിഞ്ഞു പോകുമെന്നും യെരുശലേം പട്ടണം നശിപ്പിക്കപ്പെടുമെന്നും കർത്താവ് പറഞ്ഞു. കാരണം അവർക്കൊരു സന്ദർശനകാലം ഉണ്ടായിരുന്നു. ആ സന്ദർശനകാലം അവർ തിരിച്ചറിഞ്ഞില്ല. ഏതായിരുന്നു അവരുടെ സന്ദർശനകാലം? ദൈവത്തിൻ്റെ അഭിഷിക്തനായ യേശു ക്രിസ്തു ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു. യെരുശലേമിൽ യഹൂദന്മാരുടെ ഇടയിൽ പാർത്തു, അവരുടെ ഇടയിൽ പഠിപ്പിക്കുകയും അവരുടെ ഇടയിൽ അത്ഭുതങ്ങൾ ചെയ്യുകയും അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പക്ഷേ അവർ ആ അവസരം ഉപയോഗിച്ചില്ല. ദൈവപുത്രനെ തിരസ്കരിക്കുന്നവരുടെ മേൽ ദൈവകോപം, ദൈവക്രോധം വരും. അതിനൊരു സംശയവുമില്ല. അതാണ് യഹൂദിയിലും യെരുശലേമിലും ദേവാലയത്തിലും ഉണ്ടായത്. നിങ്ങൾ ഈ സ്ഥലത്ത് താമസിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതണ്ട. ജാതികൾ യെരുശലേമിനെ വളയുമ്പോൾ ഓർത്തുകൊള്ളുക, ദൈവം ഈ പട്ടണത്തെ, ഈ നഗരത്തെ, ഈ ദേവാലയത്തെ, ഈ രാജ്യത്തെ നശിപ്പിക്കാൻ പോകുന്നു. കാരണം ദൈവം നിങ്ങളോട് കോപിച്ചിരിക്കുന്നു. ജീവൻ വേണമോ? ഈ നഗരത്തെ വിട്ട് ഓടുക. ദൈവപുത്രനെ ക്രൂശിച്ച ഈ നഗരം, ഈ നാട് വിട്ട് ഓടുക. കാരണം ദൈവം ഈ നഗരത്തോട്, ഈ നാടിനോട് കോപിച്ചിരിക്കുന്നു. മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ മോശയോടൊപ്പമായിരുന്നപ്പോൾ ചില ആളുകൾ മോശയ്ക്കും തൻ്റെ നേതൃത്വത്തിനുമെതിരെ മത്സരിച്ചു. കോരഹ്, നാഥാൻ, അബീഹു എന്നീ ആളുകളായിരുന്നു അത്. അവരോട് ദൈവം കോപിച്ച ആ സമയത്ത് മോശ ഇസ്രായേൽ മക്കളോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ, മറ്റ് ഇസ്രായേൽ മക്കളോടാണ് മോശ പറഞ്ഞത്, നിങ്ങൾ ഈ ദുഷ്ട മനുഷ്യരെ വിട്ട് ഓടിപ്പോവുക. അതുതന്നെയാണ് കർത്താവ് ഇവിടെ യെരുശലേമിനെക്കുറിച്ചും യഹൂദിയെക്കുറിച്ചും പറയുന്നത്. ദൈവം ഈ പട്ടണത്തെ ന്യായം വിധിക്കുമ്പോൾ ഓടി രക്ഷപ്പെടുക. കാരണം ദൈവം ന്യായം വിധിക്കാൻ തീരുമാനിച്ചു, ദൈവപുത്രനെ തിരസ്കരിച്ചതുകൊണ്ട്. പ്രിയ സുഹൃത്തെ, ദൈവപുത്രനെ തിരസ്കരിക്കുക എന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം. അങ്ങനെ ചെയ്യുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം വരും. അതിന് യാതൊരു സംശയവുമില്ല. അതിനുശേഷം പ്രകൃതിയിലുണ്ടാകുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ച് യേശു പറയുന്നു. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിൻ്റെ ഓളത്തിനും മുഴക്കത്തിനും ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. പ്രകൃതിക്ഷോഭങ്ങൾ, പ്രകൃതിയിലുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ കാണുമ്പോൾ ഭൂമിയിലുള്ള ആളുകൾക്ക് നിരാശയുണ്ടാകും, ഭയമുണ്ടാകും. അവർക്ക് എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാ. ആ സമയത്താണ് കർത്താവിൻ്റെ ശിഷ്യന്മാരും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നത്. ഇതുവരെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ തൻ്റെ നാമനിമിത്തം അവർ ഉപദ്രവിച്ചു, ജയിലിലാക്കി, അവരുടെ വസ്തുവകൾ അപഹരിച്ചു. അവരുടെ ജീവിതം വളരെ കഷ്ടത്തിലായിരുന്നു. എന്നാൽ
ഭൂമിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ അവർ ഭയപ്പെടും. അവർക്കെന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് വിചാരിച്ച് അവർ ഭയപ്പെടും. അവർ നിർജീവന്മാരാകും. ആ സമയത്ത് നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പരിഭ്രാന്തരായി പരക്കം പായുമ്പോൾ അപ്പോഴാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ വില മനസ്സിലാകുന്നത്. അവൻ പരിഭ്രമിക്കില്ല. കാരണം എന്താ? ഈ ലോകത്തിൽ സംഭവിക്കുന്നതൊന്നും അവൻ്റെ കർത്താവ് അറിയാതെ സംഭവിക്കുന്നതല്ല. ഈ ലോകത്തിൽ സംഭവിക്കുന്നതും ഈ പ്രകൃതിയിൽ സംഭവിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും തൻ്റെ കർത്താവ് നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദേവാലയത്തിൽ ആശ്രയിച്ച യഹൂദന്മാർ, യെരൂശലേമിൽ ആശ്രയിച്ച യഹൂദന്മാർ, യഹൂദ്യ നാടിൽ ആശ്രയിച്ച യഹൂദന്മാർ പരിഭ്രാന്തരാകും. ലോകത്തിലുള്ള മറ്റ് കാര്യങ്ങളിൽ ആശ്രയിച്ച ആളുകൾ അവരും പരിഭ്രാന്തരാകും. കാരണം ഈ ലോകം ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവർ, ദൈവേഷ്ടം എന്ന് പറഞ്ഞാൽ താൻ അയച്ച പുത്രനിൽ വിശ്വസിക്കുന്നവൻ, അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൽ വാസ്തവമായി വിശ്വസിച്ച് ആശ്രയിച്ചവർ, അവർ നിവർന്നു നിൽക്കും, തല ഉയർത്തും. പ്രിയ സുഹൃത്തേ, ഈ ലോകത്തിലുള്ള സംഭവങ്ങൾ താങ്കളെ പരിഭ്രാന്തരാക്കുന്നുണ്ടോ? താങ്കൾ യഥാർത്ഥമായി യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ പരിഭ്രാന്തരാക്കും. നിങ്ങൾ വാസ്തവമായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിലോ നിങ്ങൾ ധൈര്യത്തോടെ തല ഉയർത്തും. കാരണം നിങ്ങളുടെ കർത്താവ് അവൻ മടങ്ങി വരാൻ പോവുകയാണ്. ആ നിലയിൽ യേശുക്രിസ്തുവുമായി നിങ്ങൾ വ്യക്തിപരമായൊരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ദൈവം അതിന് നിങ്ങളെ ഇടയാക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957. വചനദീപം